പ്രണയം എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഫോണിൽ ചാറ്റ് ചെയ്ത് പ്രണയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ ഈ പ്രണയിക്കുന്ന രണ്ടുപേരും ഒരിക്കലും കാണാതെ തന്നെ പ്രണയിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു സമയത്ത് അവർ മീറ്റ് ചെയ്യാതിരിക്കാം. പണ്ടത്തെ പ്രണയം പോലെ അല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇതിവൃത്തം. രണ്ടുപേര് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു, അവർ സ്മാർട്ട് ഫോണിൽ കാണുന്നു, പരിചയപ്പെടുന്നു, അങ്ങനെ പ്രണയിക്കുന്നു. അത് അപ്രതീക്ഷിതമായ ഒരു മിസ് കോളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ആ മിസ് കോൾ വഴിയാണ് ആരാണ് എന്താണ് അങ്ങനെ പരിചയപ്പെട്ടിട്ട് പ്രണയം ആരംഭിക്കുന്നത്. രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുന്നത്, രണ്ടുപേരും നല്ലപോലെ സംസാരിക്കുന്നു, അങ്ങനെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രണയിക്കുന്നു. ഒരു ദിവസം ഒരു അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് അവർ തമ്മിൽ പരസ്പരം കാണും. കണ്ടതിന് ശേഷം സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഇപ്പം ഇവരുടെ ഈ പ്രണയം മൂലം സംഭവിച്ച, അവരുടെ പ്രണയത്തിന് ശേഷം സംഭവിച്ച കഥകൾ, വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിച്ച മനോഹരമായ ഒരു കപ്പിൾ അവരുടെ ലൈഫിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്തു, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് എങ്ങനെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്നാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ഞാൻ വർഷങ്ങളായി എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് കഥകൾ ഞാൻ എഴുതുന്നത്. അപ്പം ഞാൻ കൂടുതലും നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ബേസ് ചെയ്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് കഥകൾ എഴുതുന്നത്. അങ്ങനെ ഉള്ളൊരു കഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കഥയും നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ സംഭവിക്കുന്ന ഒരു കഥ ബേസ് ചെയ്തുകൊണ്ട് ഈ കഥ എഴുതിയത്. അതുകൊണ്ട് തന്നെ പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും അമ്മമാരും, പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാരും ഈ സിനിമ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർക്ക് ഇതിനകത്ത് ഒരു നല്ല മെസ്സേജ് ഉണ്ടാകും, പല മെസ്സേജുകളുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ ആൻഷർ റോസ് പറയുന്നത്, എറണാകുളം വനിത തിയേറ്ററിൽ ആദ്യം വരുന്ന 100 അമ്മമാർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച സീന് അമേരിക്കയിലാണെന്ന് മാത്രം. എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ ഒരു റോള് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് മൂവി ആയാലും ഫീച്ചർ ഫിലിം ആയാലും ഞാൻ ചെയ്ത ഇംഗ്ലീഷ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഒരു നല്ലൊരു റോള് തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ഏരിയയിൽ, എൻ്റർടൈൻമെൻറ്റ് ഏരിയയിൽ ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ US-ലായതുകൊണ്ട് കൂടുതലും വാച്ച് ചെയ്യുന്ന ഇംഗ്ലീഷ് മൂവികളാണ്. എന്നാലും ഈ മലയാളികൾ ലോകത്തിൽ ഏത് ഭാഗത്ത് പോയാലും മലയാളത്തിൻ്റെ ഒരു ടച്ച് വിടില്ല. അവരെപ്പോഴും മലയാള സിനിമയെ സ്നേഹിക്കുന്നു, മലയാളികളെ സ്നേഹിക്കുന്നു, മലയാളത്തിൻ്റെ സംസ്കാരം സ്നേഹിക്കുന്നു. അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ മലയാള ചിത്രമാണ് ഇവിടെ കേരളത്തിൽ, ഞാൻ US-ൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ സിനിമ മലയാള സിനിമ ഫീച്ചർ ഫിലിം ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പല കാര്യങ്ങളും പഠിക്കാനും പറ്റി. അതിൻ്റെ ഇവിടുത്തെ ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുകയും ചെയ്യും. ഒരു കഥ എഴുതാൻ കഴിവുള്ളവർക്ക് ഒരു പാട്ട് എഴുതാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 4 പാട്ടുകളും ഞാൻ തന്നെയാണ് എഴുതിയത്, ഞാൻ തന്നെയാണ് ട്യൂൺ ചെയ്തത്. പിന്നെ അത് 2 മലയാളം പാട്ടുകൾ ട്യൂൺ ചെയ്ത് ഇതിൻ്റെ സംഗീത സംവിധാനം കൊടുത്തു. അദ്ദേഹം അത് മോഡിഫൈ ചെയ്ത് നല്ലതുപോലെ ഭംഗിയാക്കി. അത് പാടിയിരിക്കുന്ന വിനീത് ശ്രീനിവാസൻ, ആരതിപ്പൊടി ആദ്യമായി ജീവിതത്തിൽ പാടുന്ന പാട്ടാണ് ഇത്. മലയാള സിനിമയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടാണ് ഒരു പാട്ടുള്ളത്. അതിൽ വിനീത് ശ്രീനിവാസനോടൊപ്പമാണ് പാടുന്നത്. അതുകൂടാതെ മൃദുല വാര്യർ, ശ്രീകാന്ത് ഹരിഹരൻ, ഇവർ 2 പേരുമാണ് വേറൊരു പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷാണ്, മറ്റേതൊരു പാട്ട് ഇംഗ്ലീഷ് മലയാളം മിക്സാണ്.
എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് കടമ്പനാട് ആണ്, അടൂർ അതിൻ്റെ അടുത്ത്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ പലരും പാട്ട് പാടുമായിരുന്നു. അവരൊന്നും ഉയർന്ന തലത്തിലെത്തിയില്ല, അവരൊക്കെ പാട്ട് പാടുമായിരുന്നു. എൻ്റെ അപ്പച്ചൻ സാധാരണ ജോലിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളൊക്കെ ഫാമിലിയായിട്ടൊക്കെ കൂടുമ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യുക, അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഞങ്ങളെപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ 8ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ കഥ എഴുതുന്നത്. അത് എൻ്റെ ചേച്ചിയെ കാണിച്ചപ്പോൾ ചേച്ചി പറയുന്നത് നന്നായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏതാണ്ട് 100-ൽ കൂടുതൽ കഥകളാണ് തിരക്കഥ റെഡി വെച്ചിരിക്കുന്നത്. അപ്പം സ്കൈ ഷേപ്പ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ അടുത്ത 10 വർഷം കൊണ്ട് 20 മുതൽ 40 വരെ സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് പല പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അപ്പം അതാണ് പ്ലാനിങ്. പിന്നെ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു 2000 ജൂനിയർ ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക് പല സിനിമകൾക്ക് ആവശ്യമാണ്. താല്പര്യമുള്ളവർക്ക് skyshare-productions@gmail.com നിങ്ങളുടെ പ്രൊഫൈൽ അയക്കാം. ഞങ്ങൾ ഓഡീഷൻ തരും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ചാൻസും ഉണ്ടാവും, മലയാളത്തിൽ ഉണ്ടാവും. അടുത്ത 5 മൂവി ഈ 24-25 പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ മൂവി ആയതുകൊണ്ട് ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമുക്കൊന്ന് പഠിക്കണം. അത് അനുസരിച്ച് ശേഷം വേണം അതൊക്കെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. പല പ്രൊഡ്യൂസേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു തിരക്കൂടെ ഉണ്ട്. ഹേമന്തിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ DOP ഷാഹു. ഷാഹു സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തു. നല്ല ഫിഗറാണ്, അതുപോലെ അഭിനയിക്കും. ഈസ് എ വെരി നൈസ് ഗായ്. അതാണ് അടുത്ത കാര്യം. ആ ക്യാരക്ടർ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാനത് ഓഡീഷൻ ചെയ്തു. ഹേമന്ത് മേനനെ എടുത്തു. ഹീസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഹേമന്തിനെ കിട്ടിയത്. ഷാഹു ഷാ വേറെയുള്ള ആൾ മൂലമാണ്. ഷാഹു ഷാ DOP മൂലമാണ്. ഇംഗ്ലീഷ് സിനിമകളെന്ന് പറയുമ്പോൾ കൂടുതൽ നാച്ചുറാലിറ്റിയാണ് ഇംഗ്ലീഷ് സിനിമ എന്ന് പറയുന്നത്. മലയാള സിനിമകൾ വേറൊരു തരത്തിൽ നമ്മുടെ സംസ്കാരവുമായി സംബന്ധപ്പെടുത്തി അതിനകത്ത് കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് കുറേ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത്, ഏതായാലും സിനിമയെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, ആരെക്കുറിച്ചും ഒന്നിനും പറയുന്നതിനെക്കുറിച്ച് പറയാം. അങ്ങനെ ഒരു രീതിയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. അത് മോശമൊന്നും നല്ലതൊന്നും അല്ല, അത് നല്ലൊരു ആർട്ടാണ്. അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. അതുകൊണ്ട് കാരണം ആ സിനിമ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് സിനിമകളിൽ എപ്പോഴും വളരെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ ബിഹേവ് ചെയ്യുന്ന പോലെ, നമ്മുടെ ജീവിതത്തിൽ ബിഹേവ് ചെയ്യുന്ന പോലെ. അത് തന്നെ ഞാൻ ഓഡീഷൻ ചെയ്ത് വരുന്ന ആളോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് അഭിനയിച്ചിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം പാഷൻ ഉണ്ടെങ്കിൽ പോരെ ബാക്കി കാര്യം ഞാൻ എന്ന് സാധാരണ പറയാറുണ്ട്. പലപ്പോഴും ഞാൻ ഇംഗ്ലീഷ് സിനിമയിൽ എടുത്ത 35 പേരുള്ള സിനിമയിൽ അഭിനയിച്ചു, വാക്ക് ടു ടാങ്കോ. അതിനകത്ത് പലരും ഒരിക്കലും അഭിനയിച്ചിട്ടില്ലാത്തവരാണ്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അവർ പിന്നീട് നല്ല രീതിയിൽ അഭിനയിക്കാൻ തുടങ്ങി എന്നുള്ളത്. കാരണം അവർക്ക് പാഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അവരെ നല്ലതുപോലെ ഭംഗിയായി അഭിനയിച്ചു. അപ്പോൾ അതാണ് വ്യത്യാസം. ഇതാണ് ഹോളിവുഡ് മൂവീസ് കൂടുതൽ നാച്ചുറലായിട്ടാണ് സംസാരിക്കുന്നത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. മലയാളത്തിൽ അതല്ല, വേറൊരു തരത്തിലാണ്. നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു തരത്തിലായിരിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. സാറ് ചെയ്ത ഈ സിനിമ അതിലേത് രീതിയിലാണ് എടുത്തിരിക്കുന്നത്? ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള അഭിനയ രീതിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എല്ലാവരോടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നാച്ചുറലായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യാൻ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ആണ് ബിഹേവ് ചെയ്യുന്നത് അതായിരിക്കും എൻ്റെ സിനിമ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാർക്കും പേടിക്കേണ്ട, പ്രയാസപ്പെടാതെ നിങ്ങൾ ഈ സിറ്റുവേഷൻ വരുമ്പോൾ, നിങ്ങൾ ഒരാൾ ചീറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ ഒന്ന് കാണിക്കാൻ പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവർ ചിന്തിക്കും, ഓക്കെ എന്നെ ചീറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു. അതുപോലെ ഓരോ സിറ്റുവേഷനും അതുപോലെ എങ്ങനെയായിരുന്നു ചിന്തിക്കാൻ പറയും. അങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ അത് നല്ല നാച്ചുറൽ സിനിമയായിട്ട് മാറും.